വഖഫ് ബില്ല് രാജ്യസഭ പാസ്സായതോടുകൂടി എത്ര വലിയ ആഹ്ലാദ പ്രകടനമാണ് മുൻപത്ത് നടന്നത്. ഇന്ന് അവിടെ എത്തിയ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, NDAയുടെ വൈസ് ചെയർമാൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, യുനോഷയുടെ ചെയർമാൻ ശ്രീ ജിജി ജോസഫ് ഉൾപ്പെടെയുള്ളവരെ വലിയ ആവേശത്തോടെയാണ് മുൻപത്തുകാർ സ്വീകരിച്ചത്. കാരണം അവരുടെ ജീവിതത്തിൽ അവർ എത്രയോ വർഷങ്ങളായി അനുഭവിക്കുന്ന വലിയ ദുരിതം, തങ്ങളുടെ വർഷങ്ങളായി തങ്ങൾക്ക് കൈമാറി വന്ന ഭൂമി, അവർ കരമടയ്ക്കുന്ന ഭൂമി 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇത് വഖഫ് ഭൂമിയുടെ ലിസ്റ്റിൽ പെടുകയും തുടർന്ന് അവർക്ക് കരമടയ്ക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും അവർ ഇവിടത്തെ മാറി മാറി വന്ന പല സർക്കാരുകളെ സമീപിച്ചിട്ടും യാതൊരുവിധ രക്ഷയുണ്ടായില്ല. കാരണം അത് വഖഫ് ഭൂമിയായി അസറ്റിൽ ഉൾപ്പെടുത്തിയതാണ്. കാരണം പ്രശ്നം എന്താണ്? കേരളത്തിൽ ഒരു സർക്കാർ കമ്മീഷൻ നിയമിച്ചല്ലോ. കമ്മീഷൻ നിയമിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് മുൻപത്തെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ. കാരണം വഖഫിൽ രജിസ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഭൂമിയിന്മേൽ മറ്റൊരു കമ്മീഷന് അധികാരമെടുക്കാൻ പറ്റില്ല. കാരണം ഒരു ജുഡീഷ്യൽ സംവിധാനത്തിന് പോലും ഇതിന്മേൽ നടപടിയെടുക്കാൻ സാധ്യമല്ല. കാരണം ഇതിന് നിയമപരമായ പാർലമെന്റിൽ വ്യത്യാസം വന്നാൽ മാത്രമേ ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കാൻ പറ്റൂ. പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന ലക്ഷ്യമില്ലാതെ കമ്മീഷനെ കൊണ്ടുവന്നു. അത് ഹൈക്കോടതി എടുത്ത് ചവറ്റുകുട്ടിലേക്ക് ഇറങ്ങി. കാരണം അങ്ങനെ ഒരു കമ്മീഷൻ പോലും പറ്റില്ലെന്നേ. അതായിരുന്നു വഖഫ് നിയമം എന്ന കാടൻ നിയമം എന്ന് പറയുന്നതിന് വരും. കാരണം ശരീഅത്തനുസരിച്ചുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇത്രയും വലിയൊരു കാടൻ നിയമം അവിടെയൊന്നും പാർലമെന്റ് പാസ്സാക്കിയിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു കാടൻ നിയമത്തിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. മുൻപത്തെ ജനങ്ങൾ മാത്രമല്ല, കർണാടകയിൽ 12,000 ഏക്കർ കൃഷി ഭൂമിക്ക് വഖഫിൽ അവകാശവാദം ഉന്നയിക്കുകയും വഖഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് വരികയും ചെയ്തപ്പോൾ വലിയ സംഘർഷാവസ്ഥ കർണാടകയിലെടുത്തു. കോൺഗ്രസ് സർക്കാരാണല്ലോ. സിദ്ധരാമയ്യ പ്രത്യേകം യോഗം വിളിച്ച് കർഷക നേതാക്കളെ ഇരുത്തി പറഞ്ഞു, വഖഫ് അല്ല ഏത് നോട്ടീസ് വന്നാലും നിങ്ങളുടെ കർഷക ഭൂമിയിൽ നിന്ന് നിങ്ങളെ ആരും ഇറക്കി വിടില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കർണാടകയിൽ ഉണ്ടാകേണ്ട വലിയൊരു സംഘർഷത്തിന് അയവ് വന്നത്. ആ പ്രശ്നം പക്ഷേ ശാശ്വതമായി പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞോ? ഇല്ല, കർണാടക സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. തമിഴ്നാടുണ്ടല്ലോ, 600 ഏക്കർ വരുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രം വരുന്ന ഭൂമിയും അവിടെയും തർക്കത്തിലാണ്. മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, രാജസ്ഥാനിൽ, ഇങ്ങനെ രാജ്യത്തിന്റെ ഡൽഹിയിൽ കണ്ണായ 120 പ്രോപ്പർട്ടി ആണ് തർക്കത്തിലുള്ളത്. നമ്മളൊന്നും മനസ്സിലാക്കണം, രാജ്യത്ത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനു വേണ്ടിയും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫിലാണ്. അവർക്ക് നിയമപരമായി അവരുടെ വഖഫ് ചെയ്ത ഭൂമി അവർക്ക് കിട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതൊക്കെ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ ഏത് രീതിയിലും നേരത്തെ സജീവൻ സാർ തന്നെ പറഞ്ഞല്ലോ, വഖഫ് എന്ന് പറയുന്നത് സ്വന്തം വസ്തു മാത്രമേ ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് വഖഫ് ചെയ്യാൻ കഴിയൂ. പക്ഷേ ബൈ ഓറൽ, വാക്കുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബൈ പ്രാക്ടീസ്, എല്ലാ വർഷവും ഒരു സ്റ്റേഡിയത്തിൽ പോയിരുന്ന് ഈദ് നമസ്കാരം നടത്തുന്നു. അത് അങ്ങനെ 5 വർഷം ഈദ് നമസ്കാരം നടത്തിയിട്ട് ഉടനെ പറയുകയാണ് ഈ ഭൂമി വഖഫാണ്. അവിടെ ബൈ യൂസേജ് വഴി, ബൈ ഓറൽ വഴി ആ ഭൂമി വഖഫ് ഭൂമിയായി മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കിരാതക നിയമങ്ങൾ മൂലം ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഒരു ബോർഡിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കുടിയിറക്കപ്പെട്ടുള്ളവരും സ്വന്തം ഭൂമിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുള്ളതും. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ ക്രൈസ്തവ സമൂഹമൊന്നും ഭാരതീയ ജനതാ പാർട്ടിയിലെ അംഗങ്ങളല്ലല്ലോ. പക്ഷേ കേരളത്തിലെ സഭ ഉൾപ്പെടെയുള്ളവർ, CBCI ഉൾപ്പെടെയുള്ളവർ, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞല്ലോ, കോൺഗ്രസ് അടക്കം ഞങ്ങൾ കൂടി വോട്ട് ചെയ്തിട്ട് അധികാരത്തിൽ പാർലമെന്റിലേക്ക് എത്തിയവരാണ് നിങ്ങൾ. സംസ്ഥാനത്ത് ഞങ്ങൾ വോട്ട് ചെയ്ത നിരവധി MLA മാരുണ്ട്. ഞങ്ങൾ കൂടി വോട്ട് ചെയ്ത നിങ്ങൾ എന്തിനാണ് ഈ നിയമത്തെ എതിർക്കുന്നത്? പാർലമെന്റിൽ കൊണ്ടുവരുന്ന പുതിയ നിയമം വരട്ടെ, ഭൂമി യഥാർത്ഥ ഉടമസ്ഥ അവകാശികൾ കിട്ടല്ലേ. ഇനി മുൻപത്തേക്ക് വരുമ്പോൾ ആ ഭൂമി എങ്ങനെ വഖഫ് ചെയ്യുന്നു? വഖഫ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മുടെ ഫറൂഖ് കോളേജിന്റെ മുൻ തലമുറയിൽപ്പെട്ട 2 സേട്ടുമാരുണ്ടായിരുന്നല്ലോ, അവർക്ക് എങ്ങനെ ഈ ഭൂമി കിട്ടി? അവർ രാജാവിൽ നിന്ന് പണ്ടാര ഭൂമി പാട്ടത്തിനെടുത്ത ഭൂമിയാണ്, അത് അവരും വഖഫ് ചെയ്തു. ഈ നേരത്തെ പറഞ്ഞ ബൈ ഓറൽ, അവർക്ക് നിയമപരമായി യാതൊരുവിധ പൂർണ്ണ അവകാശമില്ലാത്ത ഭൂമിയാണ് അവർ വഖഫ് ചെയ്തത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് സർക്കാർ പ്രീണനം കാണിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഈ നിയമം കൊണ്ട് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ജനവിഭാഗങ്ങളാണ് കെടുതികൾ പെട്ടുപോയത്. ഇതിനെപ്പറ്റി ഭാരതീയ ജനതാ പാർട്ടി സംസാരിക്കുമ്പോൾ, പൊതുസമൂഹം സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി BJP വർഗീയമായ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് പ്രിയ സുഹൃത്ത് ഷജീർ പറയുന്നത് വളരെ വാസ്തവ വിരുദ്ധമാണ്. കാരണം ഈ നിയമം ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ഇത് വലിയ കോലാഹലങ്ങളിൽ ചെന്ന് അവസാനിക്കും. ഈ ദിവസം മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മുനമ്പമടക്കം എത്രയോ മതവിഭാഗങ്ങളിൽ നിന്ന് സംഘർഷം ഉണ്ടാകുമായിരുന്നു. ഒരു സമരത്തിന്റെ ഒരു ഘട്ടമൊക്കെ പറയുമ്പോൾ ജനങ്ങൾ വേറൊരു അവസ്ഥയിലേക്ക് മാറും. ഇങ്ങനെ കർണാടകയിൽ സംഘർഷം ഉണ്ടായെങ്കിൽ നിങ്ങളുടെ സർക്കാർ അവിടെ എന്ത് ചെയ്യുമായിരുന്നു? കാര്യം അവർക്കൊന്നും നിയമപരമായി പരിഹരിക്കാൻ കഴിയാത്തൊരു കാര്യം വളരെ നയപരമായിക്കൊണ്ട് രാജ്യത്തെ പാർലമെന്റ് പരിഹരിക്കപ്പെട്ടതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് കൈയടിക്കുകയാണ് വേണ്ടത്.
അല്ലാതെ സർക്കാർ രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ രാജ്യത്ത് വർഗീയമായി വിഭജിക്കുന്നു, മുസ്ലിം സഹോദരന്മാരുടെ ഭൂമി തട്ടിയെടുക്കുന്നു, അവരുടെ ഭൂമിയിലേക്ക് മതപരമായി അനധികൃതമായി BJP സംഘപരിവാരം കടന്നു കയറുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ദേവസ്വം ബോർഡുമായി എങ്ങനെയാണ് വഖഫ് കമ്പയർ ചെയ്യുന്നത്? മഹല്ല് കമ്മിറ്റിയാണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. മഹല്ല് കമ്മിറ്റി അല്ലല്ലോ ഇത് നടന്നിട്ടുള്ളത്. മഹല്ല് കമ്മിറ്റിയിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സ്വത്തുക്കൾ മാത്രമല്ല, വിശ്വാസം സംരക്ഷിക്കുന്ന ഒരു ഭൂമിയാണ്. അവർക്ക് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത് അവരുടെ കീഴിൽ മാത്രമാണ്. ദേവസ്വം ബോർഡുമായിട്ട് എത്രയോ കേസുകൾ ഇവിടെ പൊതുജനങ്ങളും സംഘടനകളും ഒക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം ദേവസ്വം ബോർഡ് ഒരു ട്രൈബ്യൂണൽ രൂപീകരിച്ചിട്ട് ദേവസ്വം ബോർഡിന്റെ ഇഷ്ടത്തിലല്ലല്ലോ കേസ് നടത്തുന്നത്. ദേവസ്വം ബോർഡുമായി തർക്കമുണ്ടെങ്കിൽ പോലും അത് നേരെ സിവിൽ കോടതികളിലേക്കാണ് പോകുന്നത്. മുനിസിപ്പൽ കോടതിയുണ്ട്, ജില്ലാ കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതി വരെ പോകാൻ പറ്റും. വഖഫ് ബോർഡിൽ പോകാൻ പറ്റുമായിരുന്നു? ഇല്ലല്ലോ. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒന്ന് തൊടാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കിരാതകമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തി എങ്ങോട്ട് പോകും? അവരുടെ സ്വത്തുക്കൾ അവരവിടെ ഉപേക്ഷിക്കപ്പെടേണ്ടി വരുമായിരുന്ന കിരാതകമായ സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അല്ല പറയട്ടെ, ആ ബോർഡിലേക്ക് നിയമിക്കപ്പെടുന്ന അമുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എമിനന്റ് പേഴ്സൺസ് ആണ്. MP-മാർ, MLA-മാർ, റിട്ടയർഡ് ജഡ്ജിമാർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൃത്യമായി നിയമപരമായ പരിഹാര മാർഗങ്ങൾ ഉള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ചേർന്ന് നിന്നുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ വഖഫ് ഒരിക്കലും ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു മതപരമായ കർമ്മവും നിർവഹിക്കുന്നില്ല. ഈ സ്വത്തുക്കളിന്മേൽ ആക്ഷേപമില്ലാതെ ജനങ്ങൾക്ക് തുല്യമായി നീതി ലഭ്യമാകാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമം രാജ്യത്ത് പാസ്സാക്കപ്പെട്ടുള്ളത്. അത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ, ഇന്ന് ഞങ്ങളെ എതിർക്കുന്നവർ പോലും നാളെ ഇത് ശരിയാണ് എന്ന് പറയുന്ന കാലം വിദൂരമല്ല എന്ന് ഞങ്ങൾ പറയുന്നു.